شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖിയാമയാണ്. 29 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത്. 30ാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത്. മരണസമയത്തുള്ള രംഗങ്ങളായിരുന്നു നമ്മുടെ ചർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇദാ ബലഗതിത് തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തിസ് സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. 30ാമത്തെ ആയത്ത് നമ്മൾ അവസാനം ഓതി വെച്ച ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, ആ ഭാഗമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. റൂഹ് തൊണ്ടക്കുഴി എത്തിക്കഴിഞ്ഞാൽ എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ, മന്ത്രം ചൊല്ലുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് കാലുകൾ പരസ്പരം പിണയുന്ന വളരെ വേദനാജനകമായ അതല്ലെങ്കിൽ ഭീതിജനകമായ ആ ഒരു രംഗത്ത് സക്കറാത്തിന്റെ സമയത്ത് മനുഷ്യൻ ഇവിടം വിട്ട് പോകാൻ ആയി എന്ന് ഉറപ്പിക്കുന്ന ആ സമയം അത് വല്ലാത്തൊരു രംഗമാണ് എന്ന് അല്ലാഹു തആല വിവരിച്ചു തരികയാണ്. ഇനി പറയുന്നത് 30ാമത്തെ ആയത്തിൽ പറയുന്നത് അങ്ങനെ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇനി അവൻ ചെല്ലേണ്ടത് എവിടേക്കാണ്? ഇലാ റബ്ബിക, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്കാണ്, നിന്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ വേർപാട് ദുനിയാവിനോട് വേർപിരിയുകയാണ് എന്ന് ഉറപ്പിക്കുകയും മരണത്തിൻ്റെതായ ലക്ഷണങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെ മരണപ്പെട്ടാൽ പിന്നെ ചെല്ലേണ്ടത്, അന്നത്തെ ദിവസം ചൊല്ലേണ്ടത് എവിടേക്കാണ്? ഇലാ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിലേക്കായിരിക്കും. യൗമഇദിൻ, അന്നത്തെ ദിവസം, അൽ മസാഖ്, അവനെ കൊണ്ടുപോകുന്നത്. അന്നത്തെ ദിവസം താങ്കളുടെ രക്ഷിതാവിലേക്കായിരിക്കും അവനെ കൊണ്ടുപോകുന്നത്. അൽ മസാഖ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത്, മടങ്ങേണ്ട സ്ഥലം എന്നൊക്കെ അർത്ഥം. അൽ മർജിഉ വൽ മആബ് എന്നൊക്കെ പറയാം അതിനർത്ഥം. ശരിക്ക് സാഖ എന്ന് പറഞ്ഞാൽ തെളിച്ചു കൊണ്ടുപോയി എന്നാണ് അർത്ഥം. ഒരാൾ മുന്നിൽ ഇങ്ങനെ നടക്കുക, എന്നിട്ട് ആ മുന്നിൽ നടക്കുന്ന ആള് പറയുന്നതിനനുസരിച്ച് അയാളുടെ കൽപ്പനകൾക്കനുസരിച്ച് പിറകെ വരുന്ന ആൾ അയാളെ പിന്തുടരുക, അതിനാണ് ശരിക്കും സാഖ എന്ന് പറയുക. സാഖ എന്നതിൻ്റെ മീമിയായ മസ്ദറാണ് മസാഖ്. അതിൻ്റെ മസ്ദറാണ്, അതിൻ്റെ സോഴ്സാണ് മസാഖ്. സാഖ, മസാഖ്. ഇവിടെ തെളിച്ചു കൊണ്ടുപോവുക എന്നത് വളരെ ഫിറ്റായ ഒരർത്ഥമാണ്. കാരണം അള്ളാഹുവിൻ്റെ വിചാരണക്ക് അവൻ ഹാജരാക്കപ്പെടുന്ന ആ സമയത്ത് കാഫിറിൻ്റെ അവസ്ഥ ശരിക്കും ഇങ്ങനെ തന്നെയായിരിക്കും. തെളിച്ചു കൊണ്ടുപോകപ്പെടേണ്ട ഒരവസ്ഥയായിരിക്കും. തെളിച്ചു കൊണ്ടുപോകുന്നത് തന്നെ അതുപോലെ തന്നെയാണ്. കാരണം കാര്യങ്ങളൊക്കെ അവന് മരിക്കുന്ന സമയത്ത് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ചെയ്തത് കണ്ടിട്ടുണ്ട്, ഇനി പോകാനിരിക്കുന്ന സ്ഥലം അവൻ കണ്ടിട്ടുണ്ട്. അവനാകെ ബേജാറിലാണ് എവിടേക്കാണ് ഇവൻ പോകുന്നത് എന്ന് മരിക്കുന്ന സമയത്ത് തന്നെ ഇവന് തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഓൻ അതിനു ശേഷം ഇവന് മഹ്ശറേക്കും സ്വയം ചൊല്ലുവോ? ഇല്ലല്ലോ. മലായിക്കത്ത് അവനെ തെളിച്ചു കൊണ്ടുപോകേണ്ടി വരും. സ്വയമേവ ചെല്ലാൻ അവർ തയ്യാറാവൂല, തെളിച്ചു കൊണ്ടുപോകില്ല. പിന്നെന്താ ചെയ്യുക? ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, അന്നത്തെ ദിവസം താങ്കളുടെ രക്ഷിതാവിലേക്കാണ് എല്ലാവരും ചെന്നു ചേരേണ്ടത്, എല്ലാവരെയും കൊണ്ടുപോകുന്നത്. അള്ളാഹു നമുക്ക് ആ ദിവസം എളുപ്പമാക്കി തരട്ടെ. ആമീൻ. പുനർജന്മം നടക്കുന്ന ദിവസമാണ് വിഷയം. അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പുനർജന്മം നടക്കുന്ന ആ ദിവസം, മരിക്കുന്ന സമയത്തു തന്നെ ആ മരണത്തോടുകൂടി അള്ളാഹുവിലേക്കാണ് ചെന്നെത്തുന്നത്. അതൊക്കെ ഇവിടെ അർത്ഥമാണ്. മുഅ്മിനായ മനുഷ്യന് സന്തോഷമായിരിക്കും അള്ളാഹുവിനെ കാണാൻ എന്നാണ്. പക്ഷെ കാഫിറിന് ആ സന്തോഷം ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ടൊക്കെയാണ് തെളിച്ചു കൊണ്ടുപോകേണ്ടി വരുന്നത്. കാഫിറിൻ്റെയും മുഅ്മിനിൻ്റെയും മരിക്കുന്ന സമയത്തുള്ള അവസ്ഥ, അതല്ലെങ്കിൽ അള്ളാഹുവിനെ കാണാനുള്ള ആ താല്പര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പഠിച്ച ഹദീസ്,
ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ ലിഖാ, റബ്ബിനെ കാണുക എന്നത് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹുവും അവനെ കാണാൻ ഇഷ്ടപ്പെടും. അള്ളാഹുവിനെ കാണാൻ വെറുപ്പുള്ള ആളുകൾ, അതല്ലെങ്കിൽ പേടിയുള്ള ആളുകൾ, അള്ളാഹു അവനെ കാണാനും വെറുപ്പുള്ളവനായിരിക്കും. അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, ഞങ്ങളെല്ലാവർക്കും ഇപ്പോൾ മരണത്തെ പേടിയല്ലേ? മരണത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം പറയുന്നത്. അള്ളാഹുവിനെ കാണാൻ ആർക്കും ഇഷ്ടമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അയാളെ കാണാൻ ഇഷ്ടമുണ്ടാവും എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്തേ, മരിക്കുക എന്ന് പറഞ്ഞാൽ അതല്ലേ, മരിക്കുന്നതോടുകൂടി പിന്നെ അള്ളാഹിനെ കാണാൻ വേണ്ടി പോവല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ റാഹത്തായി മരണപ്പെട്ട് അള്ളാഹുവിനെ കാണണം എന്ന് താല്പര്യമുള്ള ആളുകൾ, അവരെ അള്ളാഹും കാണാൻ ഇഷ്ടപ്പെടും. തിരിച്ചാണ്, ഇപ്പൊ ഒന്നും മരിക്കണ്ട, ഇനിയും കുറെ ആയുസ് വേണം, അതല്ലെങ്കിൽ മരണത്തെ പേടിയാണ്, മരണത്തെ വെറുപ്പാണ്, അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലാൻ പേടിയാണെന്ന് അർത്ഥം. അങ്ങനെ പേടിയുള്ളവരെ അള്ളാഹുവും വെറുക്കും എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ഞങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും മരണത്തെ പേടിയാണല്ലോ, അത് എല്ലാവരും അങ്ങനെ തന്നെയല്ല. ആരാ മരണത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ? ഇന്നാ നക്റഹുൽ മൗത്ത, എല്ലാവർക്കും മരണം പിന്നെ വെറുപ്പ് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മറുപടിയായിട്ട്, അല്ല, എല്ലാവർക്കും അങ്ങനെയല്ല. മുഅ്മിനായ മനുഷ്യന് മരണമാസന്നമായാൽ അവൻ അള്ളാഹുവിനെ അങ്ങോട്ട് കാണാൻ വല്ലാതെ പൂതിയാകും എന്നാണ്. മരണമാസന്നമായ മുഅ്മിനായ മനുഷ്യൻ അള്ളാഹു തആല അവന്റെ തൃപ്തിയും അവനക്ക് ലഭിക്കാൻ പോകുന്ന സുഖസൗകര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അവനക്ക് വേഗം അള്ളാഹിന്റെ അടുത്തേക്ക് എത്തിയാൽ മതി എന്നാകും. അതിലേറെ ഇഷ്ടമുള്ള മറ്റൊരു സംഗതിയും പിന്നെ അവനുണ്ടാവില്ല. മുഅ്മിനിന്റെ ഹാൽ അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ചേർത്തട്ടെ, ആമീൻ. അതേസമയം കാഫിറായ മനുഷ്യൻ അവര് മരണാസന്നനായ സമയത്ത് ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ അദാബും ശിക്ഷയും ഒക്കെ അവന് കാണിച്ചു കൊടുക്കുമ്പോൾ അവന് ഏറ്റവും വെറുപ്പുള്ള സംഗതി ആ മരണമായിരിക്കും. എങ്ങനെയെങ്കിലും അവന് രക്ഷപ്പെടാനായിരിക്കും ശ്രമിക്കുക. ഒരിക്കലും അള്ളാഹുവിനെ കാണാനും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു താല്പര്യക്കുറവിൻ്റെ ഒരു വിഷയം അവിടെ ഉള്ളത് കൊണ്ട് അൽ മസാഖ് അന്ന് തെളിച്ചു കൊണ്ടുപോവുകയായിരിക്കും ചെയ്യുക. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ആ പോക്ക് എങ്ങനെയാ നോക്കണ്ടേ? നമുക്കൊക്കെ പോകാനുള്ളതല്ലേ. ഇത് സംബന്ധമായ ആയത്തുകളൊക്കെ ഓതുമ്പോൾ പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകുമല്ലോ എന്ന ചിന്ത വേണ്ടേ? അത് എളുപ്പമാക്കി തരാൻ ദുആ ചെയ്യണ്ടേ? അല്ലാഹു തആല സലാമത്തിലാക്കി തരട്ടെ, ആമീൻ. കുറച്ച് വിശദമായി നമുക്ക് പഠിച്ചു നോക്കാമല്ലേ? ഈ ഒരു പോക്കുവരവുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ, ഹദീസുകളൊക്കെ വിശേഷിച്ചും നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് ഈ മസാഖ്, എങ്ങനെയാണ് ഇത് പോകുന്നത്, എന്നാണിത്, എന്തൊക്കെയാണ് പോകുന്നവരുടെ അവസ്ഥകൾ, മുഅ്മിനിന്റെ അവസ്ഥ എന്താണ്, കാഫിറിന്റെ അവസ്ഥ, നമുക്ക് രക്ഷപ്പെടാൻ വല്ല വകുപ്പുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. മനുഷ്യരുടെ സ്ഥിരമായ വാസസ്ഥലം സ്വർഗമാണ്, അതല്ലെങ്കിൽ നരകമാണ്. മറ്റുള്ള വാസസ്ഥലങ്ങളൊക്കെ ഇടത്താവളങ്ങൾ മാത്രമാണ്. ഉമ്മയുടെ ഗർഭപാത്രം മുതൽ തുടങ്ങി അതൊരിടത്താവളമാണ്. ദുന്യാവ് മറ്റൊരിടത്താവളമാണ്. ഖബർ, അതായത് ബർസഖിയായ ജീവിതം, അത് മറ്റൊരിടത്താവളമാണ്. അതിനുശേഷമാണ് സ്ഥിര താമസ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ നരകത്തിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലാഹു നമ്മൾ നരകത്തിൽ നിന്ന് കാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഓരോ ഇടത്താവളങ്ങളിൽ നിന്നും മറ്റൊരു ഇടത്താവളത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഖബർ എന്ന ഇടത്താവളത്തിൽ നിന്ന് മഹ്ശറയിലേക്ക് മനുഷ്യന് യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു ദിനം, അതിനാണ് നമ്മൾ യൗമുൽ ബഅസ് എന്ന് പറയുന്നത്, പുനർജന്മത്തിന്റെ ദിവസം എന്ന് പറയുന്നത്. ആ മഹ്ശറിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് സ്ഥിരവാസ കേന്ദ്രമായ സ്വർഗ നരകങ്ങളിലേക്ക് മനുഷ്യൻ അയക്കപ്പെടുന്നത്. ഇങ്ങനെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സമയത്ത് സൂർ എന്ന കാഹളത്തിൽ ഊതുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഊത്തിൽ ലോകം നശിക്കും, ലോകാവസാനം സംഭവിക്കും. വീണ്ടും ഊതിയാൽ അതോടെ സർവ്വ മനുഷ്യരും എവിടെയാണോ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ മരിച്ചു വീണത്, അവിടെ നിന്ന് തന്നെ എഴുന്നേൽക്കുകയും ചെയ്യും. ഇതാണ് യൗമുൽ ബഅസ്. സൂറത്തു സുമറിലെ 68-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഈ വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുഫിഖ ഫിസ്സൂരി വസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ഷാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. ആദ്യം പറഞ്ഞു സൂറ നക്കാഹളത്തിൽ ഊതിയാൽ ആകാശഭൂമികളിലുള്ളവരൊക്കെ ബോധം കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും മരണപ്പെടും. പിന്നെ ثم نفخ فيه أخرى, വീണ്ടും രണ്ടാമത് ഊതപ്പെടും. മറ്റൊരു ഊത്ത് ഊതിയാൽ فإذا هم قيام ينظرون, അപ്പോഴതാ അവരെല്ലാം എഴുന്നേറ്റ് നോക്കുന്നു എന്ന് പറഞ്ഞാൽ പുനർജന്മത്തിന്റെ ദിവസമാണ് എന്നർത്ഥം. ഇങ്ങനെ രണ്ട് ഊത്ത് നടക്കുന്നു. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്.
ഈ രണ്ട് ഊത്തിൻ്റെ ഇടയിൽ എത്രയാണ് സമയം എന്നത് വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സമയത്ത്, ഈ ഹദീസ് പറയുന്ന സമയത്ത് സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്, അതല്ല ബൈന നഫ്ഖത്തൈനി 40 എന്നതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്. രണ്ട് ഊത്തിൻ്റെയും ഇടയിൽ 40 ഉണ്ട്. രണ്ട് ഊത്തിൻ്റെയും ഇടയിൽ ബൈന നഫ്ഖത്തൈനി 40 ഉണ്ട്. അപ്പോൾ 40 ഉണ്ട് എന്ന ഹദീസ് അങ്ങനെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ സ്വഹാബികൾ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ 40 എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉദ്ദേശിച്ചു 40 ദിവസം എന്നാണോ, 40 മാസം എന്നാണോ, 40 വർഷം എന്നാണോ, എന്താണ്? അത് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ അത് സംബന്ധമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. നമ്മൾ ആ വിഷയം മുമ്പ് പറഞ്ഞിട്ടും ഉണ്ട്. ഏതായാലും ആട്ടെ, രണ്ട് ഊത്തുകൾ നടക്കും. ആ രണ്ടാമത്തെ ഊത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ കൊസിക്സ് എന്ന മനുഷ്യന്റെ ശരീരത്തിന്റെ ഗുദാസ്ഥിയുടെ ഭാഗത്തുള്ള ആ ഒരു പ്രത്യേക തരം സെല്ലുകൾ, ആ സെല്ലുകൾ മനുഷ്യൻ മുഴുവൻ മണ്ണിൽ നുരുമ്പിപ്പോയാലും അത് നുരുമ്പിപ്പോവില്ല എന്നും അതിൽ നിന്നാണ് പുനർജന്മം നടത്തുക എന്നുമൊക്കെ ഹദീസുകളിൽ വന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു കൊസിക്സ് എന്ന ഭാഗത്ത് അല്ലാഹു തആല പുനരുജ്ജീവിപ്പിച്ച് മനുഷ്യന് പരിപൂർണമായി പുനർജന്മം നൽകും. ആ ഒരു പുനർജന്മത്തിൻ്റെ ദിവസം അതാണ് രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോൾ നടക്കുന്നത്. കുല്ലു ബനി ആദമ യഅ്കുലുഹു തുറാബു ഇല്ലാ അജബു ദനബി മിൻഹു ഖുലിഖ വഫീഹി യുറക്കബു. നമ്മുടെ ഹദീസ് പറഞ്ഞിട്ടുണ്ടല്ലേ, മനുഷ്യന്റെ എല്ലാ ഭാഗവും മണ്ണ് തിന്നും. മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം ഒഴികെ കൊസിക്സ് എന്ന് പറയുന്ന അജബു ദനബ് എന്ന അറബിയിൽ പറയുന്ന ഗുദാസ്ഥിയുടെ ഭാഗത്തുള്ള പ്രത്യേക ഒരു ഭാഗങ്ങൾ, അതിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അതിൽ നിന്ന് തന്നെയാണ് അവന് രണ്ടാമത് സമ്മേളിപ്പിക്കപ്പെടുന്നതും എന്ന് പറഞ്ഞാൽ പുനർജന്മം നൽകപ്പെടുന്നതും. ഇങ്ങനെ മഹ്ശറിലേക്ക് സമ്മേളിക്കാനുള്ള വിളി കേൾക്കേണ്ട താമസം മനുഷ്യർ അടക്കം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മറവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ പൊട്ടിപ്പിളരുകയും എല്ലാവരും എഴുന്നേറ്റ് പുറത്തു വരികയും ചെയ്യുന്നു. ഇതാണ് ഇലാ റബ്ബിക യൗമ ഇദ്നിൽ മസാഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം. എല്ലാവരും കൂടെ പുറത്തേക്ക് വന്നിട്ട് ഓരോരുത്തരും ഓടാൻ തുടങ്ങുകയാണ് മഹ്ശറയിലേക്ക്, അല്ലെങ്കിൽ പല ആളുകളെയും തെളിച്ചു കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ എല്ലാവരെയും ഉയർത്തി എഴുന്നേൽപ്പിച്ച് ഒരേ സമയത്ത് ഒരേ നിലയിൽ ഒരുമിച്ച് കൂട്ടുക എന്ന കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമല്ല. ഇത്രയും ആളുകളൊക്കെ ഒരേ സമയം എങ്ങനെ ചെയ്യാൻ കഴിയും? ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവരാണ് തമ്പുരാൻ. മാത്രമല്ല സൂറത്ത് ഖാഫിലെ 44-ാമത്തെ ആയത്തിൽ ഈ വിഷയം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാഹു തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅൻ ദാലിക ഹശ്റുൻ അലൈനാ യസീർ. യൗമ തശഖഖുൽ അർളു അൻഹും സിറാഅൻ, അവരെ വിട്ട് ഭൂമി പിളർന്ന് മാറിയിട്ട് അവർ അതിവേഗം പുറത്തു വരുന്ന ദിവസം. ദാലിക, അത് ഹശ്റുൻ അലൈനാ യസീർ, നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു ഒരുമിച്ച് കൂട്ടലാകുന്നു. എല്ലാവരും മഹ്ശറിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് നമുക്ക് അത്ര പ്രയാസമൊന്നുമല്ല, എല്ലാവർക്കും പുനർജന്മം നൽകാം എന്ന് പറഞ്ഞത് നമുക്ക് വളരെ എളുപ്പമാണ് എന്ന് അല്ലാഹു തആല. അത് നിസ്സംശയം നടക്കുന്ന സംഗതിയാണ് എന്നും അല്ലാഹു തആല പറയുന്നു സൂറത്തുൽ ഹജ്ജിലെ 7-ാമത്തെ ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്ന സഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വഅന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. അല്ലാഹു തആല ഖബറിലുള്ളവരെയൊക്കെ പുനർജന്മം നൽകി ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കും. അതിലൊരു സംശയവുമില്ല. മണ്ണിൽ ലയിച്ച മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും. അങ്ങനെ മജ്ജയും മാംസയുമുള്ള ഇതേ മനുഷ്യർ തന്നെ ഖബറുകളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, എവിടെയാണോ അവർ അടക്കം ചെയ്യപ്പെട്ടത് അവിടെ നിന്ന് പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യും. സൂറത്തുൽ ഖിയാമയിലൂടെ അല്ലാഹു തആല പ്രധാനമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. ബഅസ്, ഖിയാമത്ത് നാളിന് ശേഷമുള്ള പുനർജന്മം, മനുഷ്യൻ മരിച്ചതിന് ശേഷമുള്ള പുനർജന്മം നിഷേധിക്കുന്നതിനെതിരെ ആ ആളുകൾക്കെതിരെയുള്ള മറുപടികളാണ് പ്രത്യേകമായി ഈ സൂറയിൽ അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലാ റബ്ബിക യൗമ ഇദ്നിൽ മസാഖ്, അല്ലാഹുവിലേക്ക് ചെന്നെത്തേണ്ട ഒരു ദിവസം. ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായിട്ട് കുറച്ചുകൂടെ നമുക്ക് പറയാം, അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.